Hi friends, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ കറിയാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മാങ്ങയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ചക്കക്കുരു ഇതൊരു 15 എണ്ണം ഉണ്ട്. അത് നീളത്തിൽ 4 ആയിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി കട്ടി പാടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പീരയാണ്. ഇതിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പീരയുണ്ട്. പിന്നെ 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു നുള്ളി ജീരകം, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയ്ക്ക് പകരം ഉള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ അരയ്ക്കാനായിട്ട് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. താളിക്കാനായിട്ട് 2 ഉണക്കമുളക്, പിന്നെ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനി നമുക്ക് ചക്കക്കുരുവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് സവാളയും അല്പം ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്കക്കുരു നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് പകുതി വേവാകുമ്പോൾ നമുക്ക് മാങ്ങ ഇടണം ഇതിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വേവട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് പീര ഒന്ന് അരച്ചെടുക്കാം. നമുക്കിത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരയണം, അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചക്കക്കുരു ഇപ്പോൾ വെന്തിട്ടുണ്ട്, അതായത് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ഒരല്പ സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മൂടി വയ്ക്കാം. നമ്മുടെ മാങ്ങ ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ഉപ്പൊന്ന് നോക്കണം ഇറക്കുന്നതിന് മുമ്പായിട്ട്. അതുപോലെ തന്നെ എരിവ് എങ്ങനെയാണെന്ന് നോക്കണം. എരിവ് കുറവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താളിക്കുമ്പോൾ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ കറിക്ക് ഒരല്പം എരിവ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ലേശം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണക്കമുളക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഉള്ളി ചേർത്ത് മൂപ്പിക്കാം. ഉള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം തീ കുറച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഗ്രേവി കുറച്ച് വേണമെന്നുള്ളവർക്ക്, അതായത് ചാറ് വേണമെന്നുള്ളവർക്ക് ചക്കക്കുരു മാങ്ങയും റെഡിയാകുന്ന ആ സമയത്തുണ്ടല്ലോ ഒരല്പം വെള്ളം കൂടി ചേർത്താൽ നമുക്ക് കുറച്ചുകൂടി ചാറ് കിട്ടും. അല്ലെങ്കിൽ അരപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു നാടൻ വിഭവമാണ് ചക്കക്കുരു മാങ്ങാക്കറി. ഇത് രണ്ടും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വിഷമടിച്ച പച്ചക്കറികൾ കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ
നാടൻ വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്? തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ആരും മറന്നിട്ടില്ലല്ലോ. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് യൂട്യൂബ് ചാനൽ എന്നാണ് അതിൻ്റെ പേര്. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആ പേജിൽ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.